എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഞാൻ എത്തി. ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ പാർത്ഥസാരഥി രൂപമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നന്നായി തൊഴാൻ സാധിച്ചു. പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കണമെന്നതായിരുന്നു അടുത്ത ആഗ്രഹം. ഒരു ദിവസം 75 പേർക്ക് മാത്രമേ പായസത്തിനുള്ള ടോക്കൺ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 9 മണിക്ക് തന്നെ ക്യൂവിൽ കയറി നിന്നു. 11 മണിയായപ്പോൾ പായസത്തിന്റെ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. എന്നാലും കാത്തിരിക്കണം, കാരണം നമുക്ക് 1 മണിക്ക് പായസം നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. കാരണം പായസം ഉണ്ടാക്കി അത് ശ്രീകൃഷ്ണന് നിവേദിച്ചതിന് ശേഷമേ നമുക്ക് പായസം നമ്മുടെ കയ്യിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ 11 മണി തൊട്ട് 1 മണി വരെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ക്ഷേത്രം നടന്ന് കാണാനും ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കാനും. നമ്മളിപ്പോൾ ഈ കാണുന്ന മിഴാവ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നതാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിലിരുന്ന് മിഴാവ് വായിക്കുമ്പോഴാണ് ചാക്യാർ അദ്ദേഹത്തെ കളിയാക്കുകയും അതിൻ്റെ വാശിക്ക് പുറത്ത് അദ്ദേഹം തുള്ളൽ എന്നുള്ള ഒരു പുതിയൊരു കലാരൂപം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഈ കാണുന്ന മണിക്കിണറിൽ നിന്നുള്ള വെള്ളം വെച്ചാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പം 11 മണി തൊട്ട് 1 മണി വരെ സമയമുണ്ടല്ലോ. നമ്മളിങ്ങനെ വിശദമായിട്ട് എല്ലാം നടന്ന് കണ്ടു. ക്ഷേത്രം മൊത്തം ആൾക്കാരും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പായസത്തിന് വേണ്ടി. അങ്ങനെ പായസം ഉണ്ടാക്കി അത് ശ്രീകോവിലോട്ട് നിവേദിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പായസത്തിൽ പഞ്ചസാര ഇടുന്നതിന് മുമ്പായിട്ട് വളരെ ഉറക്കെ വാസുദേവ എന്ന് വിളിക്കും. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ പായസത്തിൽ പഞ്ചസാര ഇടുന്നതിന് മുമ്പേ ഗുരുവായൂരപ്പനെയാണ് വിളിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പൻ ഈ ക്ഷേത്രത്തിൽ വരികയും അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു ദൃശ്യം നേരിട്ട് കാണാൻ കഴിഞ്ഞത് തന്നെ ഭയങ്കര ഒരു പുണ്യമായിട്ട് കണക്കാക്കുന്നു ഞാൻ. അത് കാണാൻ സാധിച്ചല്ലോ. ക്ഷേത്രത്തിലോട്ട് ശ്രീകോവിലോട്ട് പായസം കൊണ്ടുപോവുകയാണ് നിവേദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇത് നിവേദിച്ചതിന് ശേഷം അതിനെ ഇങ്ങനെ ഓരോ ക്യാനുകളിലാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 1 ലിറ്റർ പാൽപ്പായസത്തിന് 160 രൂപയാണ് വില. സമയമുണ്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ. അതുകൊണ്ട് ഈ പശു ഇങ്ങനെ അലസമായിട്ട് നടക്കുന്നതെല്ലാം വീഡിയോ എടുത്തു. നല്ലൊരു ക്ഷേത്രക്കുളമുണ്ട്, വളരെ വലിയൊരു ക്ഷേത്രക്കുളമാണ്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ അല്പം ബോറടിയുണ്ട് നമുക്ക്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാൻ പറ്റുമല്ലോ. ഒരു ദിവസം 75 പേർക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് കിട്ടി. അങ്ങനെ വീട്ടിലെത്തി കുടിച്ചു. നല്ല പിങ്ക് കളറിലുള്ള പായസമായിരുന്നു. ഇത്ര നല്ല പാൽപ്പായസം ഞാൻ കുടിച്ചിട്ടില്ല. വെറുതെ അല്ല എല്ലാവരും അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്.